എന്തെങ്കിലും ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്തെ ഇവൾമാർ അല്ലെങ്കിൽ ഇതുപോലുള്ള പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു പകുതി ആശ്വാസമൊക്കെ കിട്ടും. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അടുത്തൊക്കെ വന്ന് ഇവന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ ബേഡ്സിൻ്റെ അടുത്തൊക്കെ വന്നിരിക്കും. ഇപ്പം ഇത് വെളിയിൽ മഴയൊക്കെ പെയ്തായിരുന്നു, കുറച്ച് പോച്ചയൊക്കെ ഇവൾക്ക് പറിച്ചു കൊടുത്തു. ഇവൾക്ക് പെല്ലറ്റ് കഴിക്കും, പെല്ലറ്റാണ് ഇഷ്ടം. എന്നാലും ഇടയ്ക്കല്ല, ദിവസവും ഒരു നേരമൊക്കെ പോച്ചയൊക്കെ കൊടുക്കും. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ പറഞ്ഞ മറ്റേ കാലില്ലാത്ത മുയലാണേ, ഒരു കാലില്ല. ഇവിടെ നടക്കുമ്പോൾ ഞൊണ്ടിയാണ് നടക്കുന്നത്, ചെറുതാണ്. പിന്നെ കൂടുള്ളവന്മാരൊക്കെ പോയി, അപ്പം ഇവള് ഒറ്റയ്ക്കാണ്. അപ്പോൾ ഒറ്റയ്ക്കിരുന്നപ്പോൾ ഇവള് ഒറ്റയ്ക്കാണെന്നുള്ള ഒരു ഇതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കും. ഇതുപോലെ പോച്ച കൊടുക്കാനോ അല്ലെങ്കിൽ എപ്പോഴും കൂട്ടിനകത്തൊന്നും ഇടത്തില്ല, എപ്പോഴും വെളിയിലിറക്കി ഇതുപോലൊക്കെ കൊണ്ട് നടക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാനും നല്ല രസമാണ്, ഇവള് തീറ്റയൊക്കെ തിന്നുന്ന കാണാനൊക്കെ. പിന്നെ ഒരു പ്ലാന്റ് കിട്ടിയായിരുന്നു ഈ അക്വേറിയത്തിനകത്ത് ഇടാനേ. അപ്പോൾ 2-3 സൈസ് പ്ലാന്റ് കിട്ടി. അതിനകത്ത് ഒരെണ്ണത്തിന് ഇത് കണ്ടില്ലേ, ഇത് 2 സെയിം സൈസാണ്. പക്ഷേ ഇതിൽ മീനിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാണാനൊരു ഭംഗിയില്ല, ഒരു രസം തോന്നുന്നില്ല. പക്ഷേ വേറെ ഒരെണ്ണമുണ്ട്, ഇത് കണ്ടോ, ഇളം പച്ച കളറ്. ഇത് നമ്മുടെ ചിലവരൊക്കെ പറയുന്നതൊക്കെ കണ്ടത്തിലൊക്കെ വളരുന്ന പോലെയൊക്കെ ഉള്ള പ്ലാന്റിൻ്റെ പോലെയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഈ പ്ലാന്റ് എടുത്ത് ഇതിനകത്ത് ഇട്ടപ്പോഴേ, ഇവർ ഒന്നാമത് കളർ ടെട്രയല്ലേ, ഇതിൻ്റെ കൂടെയൊക്കെ കിടന്ന് കണ്ടപ്പോൾ ഈ കളർ കോമ്പിനേഷൻ എല്ലാം കൂടെ വന്നപ്പോൾ കാണാനൊരു നല്ല രസമുണ്ട് മറ്റേതിനെക്കാട്ടിൽ നോക്കുമ്പോൾ. പിന്നെ ഇത് ബ്ലാക്ക് മൂറാണ് കേട്ടോ, പപ്പി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് 2 സൈസ് കിട്ടിയായിരുന്നു. ഇതിനകത്ത് ചെറിയ സൈസും കിട്ടി, വലിയ സൈസും കിട്ടി. പിന്നെ പായലിൻ്റെ കാര്യം കാണിച്ചില്ലേ, അതുപോലെ തന്നെ വേറെ ഒരു പായലാണ് ഇത് പിന്നെ നമ്മുടെ ചിരട്ടയിലും മറ്റേ തടിയൊക്കെ ഈ അക്വേറിയത്തിനകത്തൊക്കെ വെക്കത്തില്ലേ, അതിലൊക്കെ നമ്മൾ ഇത് പിടിപ്പിച്ചിട്ട് നൂലുകൊണ്ട് കെട്ടി വെച്ചാൽ മതി. അപ്പോൾ ഇവർ മറ്റേ ഇത്തിളിൻ്റെ പോലെ വേരൊക്കെ ഇറങ്ങി നല്ലപോലെ അതിലൊക്കെ കിളിക്കും. അത് കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ ഇത് കുറച്ച് ഗപ്പി കിട്ടിയായിരുന്നു. അപ്പോൾ ഗപ്പിക്കകത്ത് കിടക്കുന്ന വേറെ ഒരു ടൈപ്പ് പായൽ കണ്ടോ, ഇത് ഈ ഗപ്പി ടാങ്കിലൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പെറ്റ് വരുവാനൊക്കെ നല്ലതായിരിക്കും. ഇത് ഗപ്പിക്കൊക്കെ നല്ലതായിരിക്കും, നല്ല തണുപ്പൊക്കെ കിട്ടും. പിന്നെ വരുന്നത് പ്ലാസ്റ്റിക് പ്ലാന്റാണ്. ഇത് കണ്ടില്ലേ, 2-3 ഇപ്പോൾ 2 ആഴ്ച എങ്ങാണ്ടായി. ഇപ്പം ഇതിനകത്ത് വെച്ച് ഫുൾ അഴുക്കായി. പക്ഷേ ഇത് കാണാൻ നല്ല രസം കേട്ടോ. ഇത് പിങ്ക് കളറല്ലേ, ഈ പിങ്ക് കളറ് നമ്മുടെ അക്വേറിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ലൈറ്റൊക്കെ ഇട്ട പോലെ ഇരിക്കും. ഒരു ഉദാഹരണത്തിന് ഞാൻ കാണിക്കാം. അതാണ്ട് ഇപ്പോൾ കണ്ടില്ലേ, ഒരു എന്താ പറയുന്നത്, ലൈറ്റൊക്കെ കത്തിയിരിക്കുന്ന പോലെ. പക്ഷേ ഇതിനെക്കാട്ടി നല്ല ക്ലീനാക്കും. ഞാനത് ക്ലീനാക്കിയിട്ട് പിന്നെ കാണിക്കാം. ഇത് ആ ഇലയിലൊക്കെ പായലൊക്കെ ഇരിക്കുന്നുണ്ടാണ്. പിന്നെ പിന്നെ തീറ്റയൊക്കെ തിന്ന് പകുതിയോളമായി കേട്ടോ. എന്നുവെച്ചാൽ ഇത് മൊത്തം തിന്നത്തില്ല, രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുള്ള് തിന്ന് കയറും.